കോഴിക്കോട് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ചികിത്സയിലായിരുന്നു, 2 ദിവസമായി ഗുരുതരാവസ്ഥയിലായിരുന്നു. കൊയിലാണ്ടി MLA അന്തരിച്ചു. അർബുദ രോഗബാധിതയായി ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട്ടു നിന്ന് ചേരുന്നത്. ദീപക്, കഴിഞ്ഞ കുറച്ചു നാളായി ചികിത്സയിലായിരുന്നുവെങ്കിലും പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലാവുകയും മരണത്തിന് കീഴടങ്ങുകയുമാണ് ഉണ്ടായതെന്ന് തോന്നുന്നു. എന്താണ് സംഭവിച്ചത് ദീപക്? വിജയകുമാർ, ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് എങ്കിലും പക്ഷെ അവർ തിരിച്ചു വരുമെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അവസാന ഘട്ടത്തിലുണ്ടായിരുന്നത്. അർബുദം അത്യാസന്നയിലായിരുന്നു. ചികിത്സ കഴിഞ്ഞ് അവർ തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തി. കോഴിക്കോട് മേത്ര ആശുപത്രിയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി അവരുടെ BP വല്ലാതെ താഴോട്ടേക്ക് പോകുന്നു, വെന്റിലേറ്ററിൽ. ഞാനൊരു മുക്കാൽ മണിക്കൂർ മുൻപ് അവരുടെ ബന്ധുക്കളുമായി സംസാരിക്കുന്ന സമയത്ത് BPയിൽ അല്പം പുരോഗതി ഉണ്ട് എന്നുള്ള വാർത്തയായിരുന്നു അറിയാൻ സാധിച്ചത്. അതിലൊരു ആശ്വാസത്തിലായിരുന്നു പൊതുവിൽ നമ്മൾ. പക്ഷേ എന്നാൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും സ്ഥിരീകരണം വന്നിരിക്കുന്നു. കാനത്തിൽ ജമീല നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. കൊയിലാണ്ടിയിലെ ഒരു ജനകീയ MLA ആയിരുന്നു കാനത്തിൽ ജമീല. കാനത്തിൽ ജമീല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, അതായത് 2021 തിരഞ്ഞെടുപ്പിൽ N സുബ്രഹ്മണ്യൻ എന്ന കോൺഗ്രസിൻ്റെ ഒരു വളരെ സീനിയറായ ഒരു നേതാവിനെയാണ് തോൽപ്പിക്കുന്നത്. എന്നാൽ അന്ന് കാനത്തിൽ ജമീലയ്ക്ക് കൈമുതലായുള്ളത് സൗഹൃദങ്ങളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചതിൻ്റെ പരിചയസമ്പന്നതയുമായിരുന്നു. ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോഴിക്കോട് ജില്ലയിൽ കിട്ടിയ ഒരു പ്രധാന നേതാവായിരുന്നു യഥാർത്ഥത്തിൽ കാനത്തിൽ ജമീല എന്നുള്ളതാണ് വസ്തുത. അവർ അന്ന് കൊയിലാണ്ടിയിൽ N സുബ്രഹ്മണ്യനെ 8472 വോട്ടിനാണ് തോൽപ്പിക്കുന്നത്. ജനകീയമായ ഇടപെടലിലൂടെ ആയിരുന്നു ഒരു വലിയ നേതാവിനെ അവർ തോൽപ്പിച്ചത്. അത് കഴിഞ്ഞ് അവർ വിവിധ പോരാട്ടങ്ങളിൽ, ഒരുപക്ഷെ CPIM ഇടതുമുന്നണി നേരിട്ട പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കാനത്തിൽ ജമീല മുസ്ലിം ന്യൂനപക്ഷ മേഖലയിലെ ഒരു പ്രധാന ക്യാമ്പയിനർ ആയിരുന്നു. ഡോർ ടു ഡോർ, വീടുകൾ കയറി അവർ വോട്ട് ചോദിക്കുന്നത് ഉണ്ടായിരുന്നു. അത് നമ്മൾ പുതുപ്പള്ളിയിൽ വരെ കണ്ടതാണ്, തൃക്കാക്കരയിൽ നമ്മൾ കണ്ടതാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് കാനത്തിൽ ജമീലയെയാണ് CPIM ഇറക്കാറുള്ളത്. വളരെ സൗമ്യ സ്വഭാവമുള്ള, ശാന്ത സ്വഭാവമുള്ള ഒരു വനിതാ നേതാവ്, അതാണ് യഥാർത്ഥത്തിൽ കാനത്തിൽ ജമീല. കാനത്തിൽ ജമീലയുടെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ മഹിളാ അസോസിയേഷൻ്റെ ഒരു പ്രാദേശിക പ്രവർത്തക എന്ന നിലയിൽ തുടങ്ങി. അത് കഴിഞ്ഞ് തലക്കുളത്തൂർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞാണ് അവർ നേരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മാറുന്നത്. അങ്ങനെ അവരുടെ ഒരു ജീവിതയാത്ര, അത് പിന്നീട് ഒരു MLA, നിയമസഭയിലും അവർ വളരെ കൃത്യമായി ഇടപെട്ടിരുന്ന ഒരു സൗമ്യയായ സാമാജികയായിരുന്നു എന്നുള്ളതാണ്. ആരോടും കൈപിടിച്ച് സൗഹൃദത്തോടെ സംസാരിക്കുന്ന ഒരു മുസ്ലിം വനിതാ നേതാവ്, അതാണ് CPMന് കോഴിക്കോട് ജില്ലയിൽ നഷ്ടമാകുന്നത്. കൊയിലാണ്ടിയിലെ MLA എന്നുള്ളതിനപ്പുറം കോഴിക്കോട്ടെ മുസ്ലിം വനിതാ നേതാവ് എന്നുള്ള നിലയിൽ CPIMൻ്റെ വളരെ കൃത്യമായ ഒരു വനിതാ പോരാളി എന്നുള്ള നിലയിൽ അവരുടെ ജീവിതം ആ രീതിയിലാണ്. ഒരു പൊടുന്നനെയായിരുന്നു അർബുദത്തിൻ്റെ വിവരങ്ങൾ എത്തുന്നത്. അതേ തുടർന്ന് അവർക്ക് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു ചികിത്സ. ആ ചികിത്സാവേളയിൽ പല ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം കൊച്ചുമക്കൾ വരുന്നതിൻ്റെ സന്തോഷവും ഒക്കെ അവർ പങ്കുവയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞ് അവർ വീണ്ടും സാധാരണ നിലയിലേക്ക് പതുക്കെ വച്ചു തുടങ്ങിയിരുന്നു അവരുടെ യാത്ര. അതിനിടയിലാണ് വീണ്ടും അർബുദം അവരെ വേട്ടയാടിയത്. ഒരുപക്ഷെ അർബുദം വേട്ടയാടുന്ന നമ്മുടെ നേതാക്കളുടെ പട്ടികയിൽ കാനത്തിൽ ജമീലയാണ് ഏറ്റവും ഒടുവിൽ. അവർ ഇന്ന് BP വളരെ താഴോട്ട് പോയി വെന്റിലേറ്ററിലേക്ക് 2 ദിവസമായി അവർ മേത്ര ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ്. ഇന്ന് വൈകുന്നേരം പ്രവീണുമായി സംസാരിക്കുമ്പോൾ, അത് മേത്ര ആശുപത്രിയുടെ GMുമായി സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് പുരോഗതി ഉണ്ടെന്നാണ്. മുക്കാൽ മണിക്കൂർ മുൻപ് അവരുടെ കുടുംബവുമായി കാനത്തിൽ ജമീലയുടെ നമ്പറിൽ വിളിച്ചപ്പോൾ അവരെ ഹസ്ബൻഡാണ് സാധാരണ ഫോൺ എടുക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞതും ചെറിയ BP പൾസിൻ്റെ താഴോട്ട് പോയിരുന്നുവെങ്കിലും ഇപ്പോൾ പുരോഗതി വന്നു തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ നമ്മളെ ആകെ വേദനയിലാഴ്ത്തിയ, സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല പൊതുപ്രവർത്തകർക്കാകെ പ്രിയപ്പെട്ട ഒരു വനിതാ നേതാവ് തന്നെയായിരുന്നു കാനത്തിൽ ജമീല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.